ഫ്രണ്ട്സ്, വെൽക്കം ടു ദി സ്റ്റഡി പാണ്ട. ലവ് ഓൺ ദി എഡ്ജ് ഓഫ് ഡിവോഴ്സിലെ 5ാമത്തെ എപ്പിസോഡിലേക്ക് പോവാം. അവൻ കാറിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവൾ അവിടെ നിന്ന് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ അവൻ അവളോട് ചോദിക്കുന്നുണ്ട്, പെനി നീ എന്താ ഇവിടെ? അവൾ പറയും, ബിഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവല്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ ഫൂയോട് സംസാരിക്കാനായിട്ടാണ് വന്നത്. അവൻ പറയും, നിനക്ക് എന്നോട് സംസാരിക്കണമായിരുന്നെങ്കിൽ എൻ്റെ ഓഫീസിലേക്ക് വന്നാൽ പോരായിരുന്നോ? നീ ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് നിനക്കറിയാവോ? അവൾ പറയും, എനിക്ക് നിങ്ങളുടെ ഡെക്കറേഷൻ സ്റ്റൈലിനെ കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. അവനാകെ ഒന്നും മനസ്സിലാവാണ്ട് വീണ്ടും ചോദിക്കുകയാണ്, നിനക്ക് എൻ്റെ ഡെക്കറേഷൻ സ്റ്റൈലിനെ കുറിച്ച് അറിയണമെങ്കിലും എൻ്റെ പ്രിഫറൻസസിനെ കുറിച്ച് അറിയണമെങ്കിലും നിനക്ക് എന്നോട് ഒന്ന് ചോദിച്ചാൽ പോരെ ഡയറക്റ്റായിട്ട്. എന്തിനാ എൻ്റെ ഗ്രാൻഡ് പേ വിസിറ്റ് ചെയ്യുന്നത്? അപ്പോഴേക്കും ഗ്രാൻഡ് പേയുടെ സൗണ്ട് അവിടെ നിന്ന് കേൾക്കുകയാണ്. യങ്ചാ നീ തിരിച്ചു വന്നോ? അവൾ ഗ്രാൻഡ് പേയുടെ സൗണ്ട് കേൾക്കുന്നതോടെ അവനെയും പിടിച്ചു വലിച്ചിട്ട് കാറിനകത്തേക്ക് ഓടിക്കേറി അവിടെ വീഴുകയാണ്. ഇത് കാണുന്ന അസിസ്റ്റന്റ് ഉടനെ തന്നെ ഡോർ അങ്ങ് ക്ലോസ് ചെയ്യും. അപ്പോൾ ഗ്രാൻഡ് പ പുറത്തേക്ക് വരികയാണ്. പുറത്തു വന്ന് നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. ഒരു കാറ് കിടപ്പുണ്ട്. അങ്ങനെ കാറിനടുത്തേക്ക് പോയി അതിനെ ഗ്ലാസ്സിനകത്തൂടെയൊക്കെ നോക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കാണുന്നില്ല. ഗ്രാൻഡ് പ പറയും, ഞാൻ യങ്ചൻ വന്നെന്നാണ് വിചാരിച്ചത്, ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കും എന്നും പറഞ്ഞ് ഗ്രാൻഡ് പ അങ്ങ് തിരിച്ചു പോവാണ്. കാറിനുള്ളിലാണെങ്കിൽ അവരങ്ങനെ തന്നെ കിടക്കുകയാണ്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, യങ്ചാൻ നിന്റെ മുഖം എന്താ ഇങ്ങനെ ചുമന്നിരിക്കുന്നത്? അവൻ പറയും, ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് ചെറുതായിട്ട് ചൂടെടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. എന്നിട്ട് അവരവിടെ നിന്ന് എഴുന്നേക്കും. അപ്പോൾ അവളിതിന് എക്സ്പ്ലനേഷനൊന്നും കൊടുക്കുന്നില്ല. അവൾ പറഞ്ഞു, എനിക്ക് ചെറുതായിട്ടൊന്ന് തല ചുറ്റൽ വന്നു, അതുകൊണ്ടാണ്. എന്നിട്ട് അവനോട് പറയും, ഒരു ബെറ്റർ ഡിസൈൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയാതുകൊണ്ട് തന്നെ ഇവിടെ വന്നത്. അപ്പോൾ അവൻ പറയും, എനിക്ക് കുഴപ്പമില്ല, നിനക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ, എൻ്റെ പ്രിഫറൻസ് എന്താണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. പിന്നെ പറയും, ഓക്കെ ഫു, എങ്കിൽ ഞാൻ പോട്ടെ, നാളത്തെ ബിഡിങ്ങിൽ കാണാം എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോവും. അവനാണെങ്കിൽ അവൾ പോകുന്നത് ഇങ്ങനെ കണ്ണെടുക്കാണ്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അസിസ്റ്റന്റ് വന്നിട്ട് പറയും, ഫു എന്താണ് കണ്ണൊന്ന് മാറ്റു ബ്രോ. അപ്പോൾ ഫു അസിസ്റ്റന്റ് ചെന്നിനോട് ചോദിക്കുകയാണ്, എടാ ഒരു പെൺകുട്ടി എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ എന്താ അവൾ അർത്ഥമാക്കുന്നത്? അപ്പോൾ ചെൻ പറയും, ഒബ്വിയസ്ലി അവൾക്ക് നിന്നെ ഇഷ്ടമാണ്. അപ്പോൾ അവൻ്റെ മുഖത്ത് ഇങ്ങനെ സന്തോഷം വരും. എന്നിട്ട് നടന്നു പോകും. അങ്ങനെ പിറ്റേ ദിവസം ആകും, പെന്നി ആ ബിഡിങ് പ്രോസസ്സിന് വരികയാണ്. അവൾ വന്നിട്ട് അവളുടെ ഡിസൈൻ പ്രപ്പോസൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് വരികയാണ്. ഷയോയും ആ ബിഡിങ്ങിലുണ്ടായിരുന്നു. അവളിങ്ങനെ തുടങ്ങാൻ പോകുമ്പോൾ തന്നെ അവൻ പറയുന്നുണ്ട്, നീ ഒരു പ്ലാജിയറിസ്റ്റ് ആണ്, അതായത് ഡിസൈനൊക്കെ കോപ്പി ചെയ്ത് കൊണ്ടുവന്നേക്കാണ്. മിസ്റ്റർ ഫുവിൻ്റെ പ്രോജക്റ്റിലേക്ക് ഇത്രയും ചെറിയൊരു സ്മോൾ സ്റ്റുഡിയോ എങ്ങനെ അലോ ചെയ്തു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതും കോപ്പി അടിച്ച്, മറ്റുള്ളവരുടെ ഡിസൈനൊക്കെ കോപ്പി അടിച്ചിട്ട് വരുന്ന ഒരു ഡിസൈനറെ എങ്ങനെ അലോ ചെയ്യും? അവൾ പറയും, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഷയോ ഉടനെ ഫുവിനോട് ചോദിക്കുകയാണ്, ഫു നീ അവൾ പറയുന്നത് വിശ്വസിക്കുന്നുണ്ടോ? ഇവിടെ ആരും തന്നെ നീ പറയുന്നത് വിശ്വസിക്കാൻ പോകുന്നില്ല. എന്നിട്ട് ഷയോ എഴുന്നേറ്റ് പോയിട്ട് അവൻ്റെ പ്രപ്പോസൽ കാണിക്കുകയാണ്. എന്നിട്ട് അവൻ പെന്നിയോട് ചോദിക്കും, എൻ്റെ ഡിസൈൻ പ്രപ്പോസലിൻ്റെ എക്സാക്റ്റ് കോപ്പിയാണ് നിൻ്റെയും, അതെങ്ങനെ സംഭവിച്ചു? അവൾ വന്നിട്ട് അവൻ്റെ ഡിസൈൻ പ്രപ്പോസൽ നോക്കുകയാണ്. അപ്പോൾ ചുറ്റുമുള്ളവരെല്ലാവരും ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി, ശരിക്കും അവൾ കോപ്പി ചെയ്തതാണോ, എന്തോ തെറ്റ് പറ്റിയിട്ടുണ്ട്, എന്തോ കുഴപ്പമുണ്ട് എന്നൊക്കെ ഇങ്ങനെ മറ്റുള്ളവർ പറയാണ്. പെന്നി അതൊക്കെ സൂക്ഷിച്ച് നോക്കിയിട്ട് പേടി കൂടാതുകൊണ്ട് തന്നെ അവനോട് തിരിച്ചു ചോദിക്കും, മിസ്റ്റർ ഷയോ ഇത് നിങ്ങളുടെ പ്രപ്പോസലാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട്, എങ്കിൽ നിങ്ങളുടെ ഡിസൈനറിനെ എന്താണ് ഇൻസ്പയർ ചെയ്തത് ഇങ്ങനെ ഒരു പ്രപ്പോസൽ ഉണ്ടാക്കാനായിട്ട്? ഷയോ പറയും, ഇത് എൻ്റെ ഒരു ഡിസൈനറാണ് ഉണ്ടാക്കിയത്, എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട് അവൻ എന്തൊക്കെയാണ് ഇൻസ്പയർ ചെയ്തിട്ട് ഇത് ഉണ്ടാക്കിയേക്കുന്നതെന്ന്. ഇതിൽ നോക്കുമ്പോൾ ചൈനീസ് ട്രഡീഷണൽ ഗാർഡൻസ് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വില്ല ഡിസൈൻ ചെയ്യാനായിട്ട് ഞങ്ങൾ ഒരു സിമ്പിളായിട്ട് എലഗൻ്റ് ആയിട്ടുള്ള ഒരു വേ ആണ് അപ്രോച്ച് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ പെന്നിയാണെങ്കിൽ ചിരിച്ചിട്ട് പറയും, നിങ്ങൾ ഓവറോൾ സ്റ്റൈലൊന്നും നോക്കി, പക്ഷെ അതിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാനായിട്ട് മറന്നുപോയിട്ടുണ്ടാവും. എന്നിട്ട് അവൾ ആ ഡിസൈൻ പ്രസൻറ്റ് ചെയ്യാണ്. സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഡീറ്റെയിൽസ് കാണാം. മേപ്പിൾ ലീവ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻറ്റീരിയറും കോട്ടിയാടും ഒക്കെ ഞാൻ ആ സ്റ്റൈലും പാറ്റേണും തന്നെയാണ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അതെവിടെ നിന്നാണ് എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിസ്റ്റർ ഫൂവിൻ്റെ ടൈയിലും പുള്ളിയുടെ വാച്ചിൻ്റെ പാറ്റേണിലും ആ ഡിസൈൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഡിസൈൻ മോഡൽ ചെയ്തെടുത്തത്. പോരാത്തതിന് കോട്ടിയാടിൽ ഞാൻ ഫുൾ ഗ്രാസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. മിസ്റ്റർ ഷയോ നിങ്ങൾക്ക് അത് എന്തുകൊണ്ടാണെന്ന് പറയാൻ പറ്റുമോ? ഷയോ അമ്പരന്നിട്ട് വീണ്ടും പറയാണ്, ഓഫ് കോഴ്സ് കോട്ടിയാട് ലൈവ്ലി ആയിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രാസ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അവൾ ചിരിച്ചിട്ട് പറയാണ്, 35 ഡിഗ്രിയിൽ സെറ്റ് ചെയ്തേക്കുന്ന ആർട്ടിഫിഷ്യൽ വാം ലൈറ്റ്സ് കോട്ടിയാടിൽ ഒരു സൺസെറ്റ് ഫീലിംഗ് ഉണ്ടാക്കും. പോരാത്തതിന് അവിടുത്തെ വോളിലേക്ക് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത് നാച്ചുറൽ ക്രിസ്റ്റലുള്ള ഗ്രാനൈറ്റ് തന്നെയാണ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്ലോ കുറച്ചുകൂടി ഒന്ന് ബ്രൈറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി പറയൂ മിസ്റ്റർ ഷയോ, നിങ്ങളുടെ ഡിസൈൻ പ്രപ്പോസലിൽ ഈ ഡീറ്റെയിൽസ് ഒക്കെ മിസ്സിംഗ് അല്ലേ?
അപ്പോൾ ഷയോ ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് പകച്ചു പോവും. എന്നിട്ട് വീണ്ടും അവൻ അങ്ങ് ചോദിക്കുകയാണ്, ഈ പ്രപ്പോസൽ നിൻ്റെതാണെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഒറിജിനൽ ഡ്രാഫ്റ്റ് എവിടെ? എല്ലാ ഡിസൈനേഴ്സും അവരുണ്ടാക്കുന്നതിൻ്റെ ഒറിജിനൽ ഡ്രാഫ്റ്റ് കീപ്പ് ചെയ്യും. അപ്പോൾ അവൾ പറയുകയാണ്, എൻ്റെ കയ്യിൽ ഒറിജിനൽ ഡ്രാഫ്റ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ ലാപ്ടോപ്പിലാണ്, പക്ഷേ കുറച്ച് നേരമായിട്ട് അത് വർക്ക് ചെയ്യുന്നില്ല. സത്യത്തിൽ ഈ മീറ്റിങ്ങിന് തൊട്ട് മുന്നേ പെന്നിയും അവളുടെ ആ ഫ്രണ്ടും കൂടി ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, ഡിസൈനെ കുറിച്ച് ലാപ്ടോപ്പിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ വന്ന് അടുത്തിരുന്ന വാട്ടർ ബോട്ടിൽ അവരുടെ ലാപ്ടോപ്പിലേക്ക് തട്ടിയിട്ടായിരുന്നു. അങ്ങനെ വെള്ളം മൊത്തം അതിലായിട്ട് അത് വർക്ക് ചെയ്യാണ്ടായി. അപ്പോൾ പെന്നി മനസ്സിലാലോചിക്കുകയാണ്, ഓ അയാളെ ഇവൻ സെറ്റ് ചെയ്തതാണല്ലേ മനഃപൂർവ്വം എൻ്റെ ഡിസൈൻ നശിപ്പിക്കാനായിട്ട്. അപ്പോൾ ഫൂ ആണെങ്കിൽ അവൻ്റെ ഫോൺ എടുത്ത് ആരെയോ വിളിക്കുന്നുണ്ട് ആ സമയം. അപ്പോൾ ഷയോ സ്കോർ ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ഒറിജിനൽ ഡ്രാഫ്റ്റ് ആണെന്നും പറഞ്ഞുകൊണ്ട് വേറൊരു ഡ്രാഫ്റ്റ് എടുത്ത് കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഷയോ പറയും, എൻ്റെ ഡിസൈനർ ഇത് ഡിസൈൻ ചെയ്തപ്പോൾ തൊട്ടുള്ള ഡേറ്റ് ഇതിൽ ഫിക്സ് ആയിട്ടുണ്ട്. എന്നിട്ട് പെന്നിയെ പഴി ആരോപിക്കുകയാണ്, ഇവള് വെറുതെ എൻ്റെ ഡിസൈൻ മോഷ്ടിച്ചിട്ട് വെറുതെ ചീപ്പ് ട്രിക്സ് കാണിച്ച് ഇവിടെ നിന്ന് പ്രസൻറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് അവൾ കുറേ കുറ്റം പറയാണ്, ഇവളെപ്പോലുള്ളവർ ഈ ഇൻഡസ്ട്രിക്ക് തന്നെ ശാപമാണ്, ഇവൾക്കൊക്കെ കിട്ടേണ്ടത് ഇനി ഒരിക്കലും ഡിസൈൻ ചെയ്യാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമോ ലൈസൻസോ ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ ഒന്നെന്ന് പറയാണ്. ഫൂ ആണെങ്കിൽ ഇത് മുഴുവൻ കയ്യും കെട്ടി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും അവൻ്റെ അസിസ്റ്റൻ്റ് വന്നിട്ട്, പെന്നി എന്ന് ആദ്യം അവൻ്റെ കാറിന് മുകളിലൊരു ഡ്രാഫ്റ്റ് വെച്ചില്ലേ, അത് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ഫൂയുടെ കയ്യിൽ. ഫൂ എഴുന്നേറ്റിട്ട് പറയും, പെന്നിയുടെ ഒറിജിനൽ ഡ്രാഫ്റ്റിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്, ഞാനത് നേരിട്ട് റിവ്യൂ ചെയ്തതാണ്, ഡിസൈനും കണ്ടതാണ്. അപ്പോൾ അവൾക്കൊന്ന് ആശ്വാസമാവുന്നുണ്ട്, അവളുടെ മുഖത്ത് ചിരി വരുന്നുണ്ട്. എന്നിട്ട് ഷയോട് പറയും, മിസ്റ്റർ ഷയോ, നിങ്ങളുടെ ഡിസൈനിനെ കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയില്ല, അത് ഒറിജിനൽ ആണോ പ്രൊഫഷണൽ ആണോ എന്നൊക്കെ അറിയണമെങ്കിൽ കുറച്ച് പ്രൊഫഷണൽസിനെ നമുക്ക് കൊടുത്തിട്ട് അതിൻ്റെ ഒറിജിനൽ ഡ്രാഫ്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ പെന്നി ഭയങ്കര കോൺഫിഡൻ്റ് ആയി. എന്നിട്ട് മിസ്റ്റർ ഫൂവിൻ്റെ കയ്യിലിരുന്ന ഡ്രാഫ്റ്റ് വാങ്ങിയിട്ട് അവൾ പറയാണ്, എനിക്ക് ഒരു ഹാബിറ്റ് ഉണ്ട്, ഞാൻ ഏതെങ്കിലും ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിലെൻ്റെ നെയിം ചേർക്കാറുണ്ട്, പെന്നി എന്നും പറഞ്ഞിട്ടുള്ള നെയിം. ഈ ഡിസൈൻ ഡ്രാഫ്റ്റിൽ നിങ്ങൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പെന്നി എന്ന സൈഡിൽ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഷയോയുടെ കയ്യിലിരിക്കുന്ന ഡ്രാഫ്റ്റിലും അതേപോലെ ചിലപ്പോൾ പെന്നിയെന്ന് കാണും എന്നും പറഞ്ഞ് ഷയോയുടെ കയ്യിൽ നിന്ന് ഡിസൈൻ വാങ്ങാൻ പോകുമ്പോഴത്തേക്കും അവനാകെ ദേഷ്യപ്പെടുകയാണ്. എന്നിട്ട് അവൻ ആ ഡിസൈൻ കൊടുക്കുന്നില്ല. എന്നിട്ട് പറയും, ഞാനിത് മോഷ്ടിച്ചു. എന്നാൽ എന്താ? അപ്പോഴേക്കും അവൻ്റെ തനി സ്വഭാവം പുറത്തു വരികയാണ്. അവൻ പെന്നിയോട് പറയും, നീ വെറും താഴെ തട്ടിലുള്ള ഒരു ചെറിയ ഡിസൈനറാണ്, നിനക്ക് മിസ്റ്റർ ഫൂവിനെ പോലുള്ള ഒരാളുടെ പ്രൊജക്റ്റ് കിട്ടാനായിട്ട് യാതൊരു അർഹതയുമില്ല. എനിക്ക് തോന്നുന്നത് നീ വെറുതെ അവനെ സെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അത്രയും പറഞ്ഞു തീരുമ്പോൾ തന്നെ പെന്നി അവൻ്റെ മുഖത്തിട്ടൊരെണ്ണം കൊടുക്കുകയാണ്. നിനക്കെങ്ങനെ എന്നെ തല്ലാൻ ധൈര്യം ഉണ്ടായി എന്നും പറഞ്ഞ് അവൻ തിരിച്ചൊരെണ്ണം കൊടുക്കാൻ വരുമ്പോഴത്തേക്കും മിസ്റ്റർ ഫൂ ആണെങ്കിൽ ബെഞ്ച് ചാടിക്കിടന്നിട്ട് അവൻ്റെ കൈ പിടിച്ച് മാറ്റുകയാണ്. ഷയോയ്ക്ക് അപ്പോൾ കുറച്ചുകൂടി ദേഷ്യമായി. അവൻ ദേഷ്യത്തിൽ ഫൂയോട് സംസാരിക്കുകയാണ്, ഫൂ, നീ നമ്മുടെ ഫാമിലി കണക്ഷനും ഫ്രണ്ട്ഷിപ്പും ഒക്കെ മറന്നിട്ട് വെറും ഒരു പെണ്ണായിട്ടുള്ള ഇവളെയാണോ ഡിഫെൻഡ് ചെയ്യാനായിട്ട് നിൽക്കുന്നത്? അപ്പോൾ ഫൂ പറയാണ്, മിസ്റ്റർ ഷയോ, എന്ന് തൊട്ടാണ് നീ എൻ്റെ പേര് വിളിച്ച് അഭിസംബോധന ചെയ്യാൻ തുടങ്ങിയത്? പോരാത്തതിന് മറ്റൊരാളുടെ ഡിസൈൻ കോപ്പി അടിച്ചു മാറ്റിയിട്ട് നീ അയാളെ തന്നെ സ്ലാൻഡർ ചെയ്യുന്നതിൻ്റെ ഈ പരിപാടി ഉണ്ടല്ലോ, അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഇന്നു മുതൽ എൻ്റെ കമ്പനി നീയുമായിട്ടുള്ള എല്ലാ കോപ്പറേഷൻസും മതിയാക്കുകയാണ്. അപ്പോൾ ഷയോ ആണെങ്കിൽ ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ഫൂ പറയാണ്, ഇന്നത്തെ ബിഡിങ്ങിലെ വിന്നറായിട്ട് വന്നേക്കുന്നത് ഫിക്സ്ഡ് സ്റ്റാർ ആണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. എല്ലാവരും അവൾക്ക് വേണ്ടി ക്ലാപ്പ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ഷയോ ആണെങ്കിൽ അവൻ്റെ സിസ്റ്റർ, അവൾ എബ്രോഡിലാണ്, അവളെ വിളിക്കുകയാണ്, ഫോൺ ചെയ്യുകയാണ്. എന്നിട്ട് അവളോട് പറയും, എടി നീ ഇപ്പം തന്നെ ഇവിടെ വന്നില്ലെങ്കിൽ നിൻ്റെ ഫൂവിനെ വേറൊരാൾ കൊണ്ടുപോകും. അപ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട്, നീ എന്തിനാണ് വെറും ഒരു ഡിസൈനറെ ബുള്ളി ചെയ്തത്? നിനക്ക് കോമ്പീറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ അത് ഫെയർ ആയിട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ ഷയോ പറയുന്നുണ്ട്, ഞാൻ പെണ്ണിയെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് എന്നെ പുറത്താക്കാനാണ് ശ്രമിച്ചത്, പക്ഷേ ഫൂ ആണെങ്കിൽ അവളെ ഡിഫെൻഡ് ചെയ്യുകയും എന്നെ പുറത്താക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നത്. ഷയോ പറയും, എടി നീ ആണെങ്കിൽ ടോപ്പ് ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫേമസ് ഡിസൈനറുടെ അടുത്ത് നിന്ന് പഠിച്ച ആളാ, നീയും ഫൂവും ഒരുമിച്ച് കളിച്ചു വളർന്ന ആൾക്കാരുവാ. വേറൊരു പെണ്ണ് വന്നിട്ട് അവനെ തട്ടിയെടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നീ ചുമ്മാ നോക്കി നിൽക്കാൻ പോവുകയാണോ? അപ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട്, ഞാനൊരു ബോയുടെയും പുറകെ നടക്കാറില്ല, എല്ലാവരും എൻ്റെ പുറകെയാണ് നടക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ചൈനയിലേക്ക് വരാൻ സമയമായി എന്ന് തോന്നുന്നു. ഷയോ പറയും, അതാണ് എൻ്റെ സിസ്റ്റർ. അവൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അവളും ഫൂയും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോയാണ് അവൾ വാൾപേപ്പറായിട്ട് ഇട്ടേക്കുന്നത്. അവൾക്ക് ഫൂയെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഇവിടെ പെന്നിയുടെ ഫ്രണ്ട് വന്ന് അവളെ കൺഗ്രാജുലേറ്റ് ചെയ്യുകയാണ്. കാരണം അവരുടെ ഡിസൈൻ കമ്പനിക്ക് ആ പ്രൊജക്റ്റ് കിട്ടിയല്ലോ, ഫൂയുടെ വില്ല ഡിസൈൻ ചെയ്യാനായിട്ടുള്ള പ്രൊജക്റ്റ്.
ഇനി ആ പേയ്മെൻറ്റും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റുഡിയോ സേവ് ചെയ്യാനായിട്ട് പറ്റും. ബ്രില്യൻ്റ് ഐഡിയ തന്നെയാണ് എൻ്റേത് എന്ന് അവൻ പറയുകയാണ്. മാത്രമല്ല മിസ്റ്റർ ഫു കോൺട്രാക്റ്റ് തന്നിട്ടുണ്ട്, അതിൽ നിന്നോട് സൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അപ്രൂവ് ചെയ്തു. അപ്പോൾ പെന്നിയാണെങ്കിൽ ഇങ്ങനെ മനസ്സിലാലോചിക്കുകയാണ്. ഞാൻ തന്നെയാണ് ഷെങ്മിയാനെന്ന് അവൻ മനസ്സിലാക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ പ്രോജക്റ്റ് തന്നെ അവൻ ക്യാൻസൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഞാൻ എന്തോ സ്കീം ചെയ്യുന്നുണ്ടെന്ന് അവൻ വിചാരിക്കുന്നുണ്ടാവും. ഫ്രണ്ട് അവളുടെ മുഖത്ത് നോക്കുമ്പോൾ അവളിങ്ങനെ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കുകയാണ്, എന്തു പറ്റി? അവൾ പറയും, നീ തന്നെ സൈൻ ചെയ്തോ? അപ്പോൾ അവൻ പറയും, അത് പറ്റില്ല, മിസ്റ്റർ ഫു നിന്നോടാണ് ഈ ഡിസൈൻ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നീ തന്നെ സൈൻ ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അത് ലീഗലി ഇൻവാലിഡ് ആയി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അവൾ പേടിക്കുന്നതിന് കാരണം അവളുടെ ഒഫീഷ്യൽ സൈൻ ഷെങ് മിയാൻ എന്നാണല്ലോ, അതുകൊണ്ടാണ്. ഇവിടെ ഫു ആണെങ്കിൽ ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആവുകയാണ്. ഇന്ന് പെന്നി കോൺട്രാക്ട് സൈൻ ചെയ്യാനായിട്ട് അവൻ്റെ വില്ലയിലേക്ക് വരും. അപ്പോൾ അസിസ്റ്റൻ്റ് ചോദിക്കുകയാണ്, പെന്നിക്ക് നമുക്ക് കോൺട്രാക്ട് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കാമായിരുന്നു, പക്ഷേ നീ എന്തിനാണ് ഫു അവളെ വീട്ടിലേക്ക് ക്ഷണിച്ചത്? അപ്പോൾ ഫു പറയും, നിനക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടുന്നുണ്ടല്ലേ? അസിസ്റ്റൻ്റ് പറയും, ഇല്ല എനിക്ക് ഒരുപാട് വർക്ക് ചെയ്യാനുണ്ട് എന്നും പറഞ്ഞങ്ങോട്ടേക്ക് പോവാണ്. പെന്നി അവിടേക്ക് വരും. അപ്പോൾ ഫു പറയുകയാണ്, ഞാൻ എല്ലാ സ്പെസിഫിക് ഡീറ്റെയിൽസും വായിച്ചു നോക്കി, ടേംസ് ആൻഡ് കണ്ടീഷൻസും വായിച്ചു നോക്കി, നിനക്ക് ഒക്കുവാണെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ സൈൻ ചെയ്യാം. അവൾ ഓക്കെ പറയും. എന്നിട്ട് പേപ്പറിൽ സൈൻ ചെയ്തിട്ട് കോൺട്രാക്റ്റ് അവന് കൈമാറുകയാണ്. അപ്പോൾ അവനെല്ലാം ചെക്ക് ചെയ്തിട്ട് സൈനിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഷെങ് മിയാൻ എന്ന് നടക്കുന്നു. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, നീയാണോ ഷെങ് മിയാൻ? അപ്പോൾ അവളാണെങ്കിൽ പേടിച്ചിട്ട് ഇങ്ങനെ ഒന്നും പറയാൻ പറ്റാണ്ടിരിക്കുകയാണ്. അവനുടനെ ആ കോൺട്രാക്റ്റ് അങ്ങ് അടച്ചു വെക്കും. ഇതോടെ 5ാമത്തെ എപ്പിസോഡ് കഴിയാണ്. വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്നേഹത്തോടെ സൈനിങ് ഓഫ് ദി സ്റ്റോറി പാണ്ട.